നാലാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്, പിന്നെ പി തന്നിട്ടുണ്ട്. ഇതാണ് കണ്ടുപിടിക്കാറ്. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അവർ ഇതിന് ഒരു 90 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത് ട്രയാങ്കിൾ എത്രയാണ്? 90 ഡിഗ്രി. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ രണ്ട് ട്രയാങ്കിള് സിമിലർ ആണോ എന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. സിമിലർ ആണോ എന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. അതെങ്ങനെയാ പ്രൂവ് ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ. എങ്ങനെയാ പ്രൂവ് ചെയ്യുക? ആദ്യം ഇതിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടല്ലോ, ഉണ്ടോ? ഇതിന്റെ തന്നിട്ടുണ്ടോ? ഇതിന്റെ ഡിസ്റ്റൻസ് എങ്ങനെയാ കാണുന്നത്? ഇവിടെ മുതൽ ഇവിടെ മുതൽ ഡിസ്റ്റൻസ് എന്താ? സി എന്ന് കൊടുക്കുക. ഓ മുതല് ഓയും സിയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാ നമ്മൾ കാണുന്നത്? റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എടുത്താൽ മതി. കാരണം ഇവിടെ രണ്ടിടത്ത് എന്തുണ്ട്? 0 ഉണ്ട്. വൈയുടെ സ്ഥാനത്ത് എന്തുണ്ട്? 0 അല്ലേ? അപ്പൊ ഇവിടുത്തെ എക്സ് ഇവിടുത്തെ വൈ രണ്ടും കൂടി കൂട്ടുമ്പോ എന്ത് കിട്ടുക നമുക്ക്? ഇവിടെ ആരുണ്ട്? 4 ഉണ്ട്. ഇവിടെ ഒറിജിനുമായിട്ട് എടുക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ വരിക? എക്സും വൈയും അങ്ങ് എടുത്താൽ പോരെ. അപ്പൊ ഇവിടുത്തെ എക്സ് ആരാ? 4 എടുത്താൽ മതി. ഇതെടുത്താൽ മതി 4. അപ്പൊ ആൻസർ എന്താ വരും? ഇവിടെ ആൻസർ എന്താ വരും? റൂട്ട് 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് 16 ഇസ് ഈക്വൽ ടു 4. അപ്പൊ ഇവിടുത്തെ ദൂരം എത്ര കിട്ടി? 4. ഇനി അടുത്ത ഇവിടുത്തെ ദൂരം കാണണമെങ്കിലോ എ സിയുടെ ദൂരം കാണണമെങ്കിൽ എന്താ ചെയ്യണം? ഒന്ന് പറഞ്ഞേ. റൂട്ട് എക്സ് സ്ക്വയർ സെയിം തന്നെ 3 സ്ക്വയർ എടുത്താൽ മതി. 3യുടെ സ്ക്വയർ എന്താ? 9. 9ന്റെ റൂട്ട് എന്താ? 3. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ കിട്ടി? 3 കിട്ടി. പറഞ്ഞ കാര്യം മനസ്സിലായോ? നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുന്ന പഠിച്ചതല്ലേ, അറിയാലോ. ഇനി നെക്സ്റ്റ് ഇനി കാണണ്ട. അപ്പൊ ഇവിടെ 3 വന്നു, ഇവിടെ 4 വന്നു. ഇനി ഇവിടെ എന്തായിരിക്കും ആൻസർ? ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ദൂരം എ ബിയുടെ ദൂരം അപ്പൊ എത്രയായിരിക്കും എന്ന് പറഞ്ഞേ? എ ബിയുടെ ദൂരം എന്ന് പറഞ്ഞേ? ഇവിടെ 0യും 0യും അല്ലേ, 3യും 4ഉം അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ എടുക്കുക? ഇവിടെ അതേ ഡിസ്റ്റൻസ് എടുത്താൽ പോരെ. എന്താ ഒരു ആൻസർ? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 പ്ലസ് 16 റൂട്ട് 25. ആൻസർ ഈസ് 5. അപ്പൊ എ ബിയുടെ ദൂരം എത്ര കിട്ടി? 5 കിട്ടി. ക്ലിയർ ആയോ പറഞ്ഞ കാര്യം? അപ്പൊ ഇവിടുത്തെ ദൂരം എടുത്തു, ഇവിടുത്തെ ദൂരം എടുത്തു, ഇവിടുത്തെ ദൂരം എടുത്തു. അപ്പൊ എല്ലാത്തിനും നോക്കിയേ. 3 സ്ക്വയർ 3 4 5. ഇതാണ് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ വരെയുള്ള ദൂരം 3 4 5 ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു ബന്ധം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് കണ്ടിട്ട്? 3 4 5 എന്താ തോന്നുന്നത് നിങ്ങൾക്ക്? നോക്കിയേ, ഈ ബി സിയും എ സിയും കൂടി കൂട്ടിയാലാണ് ആരെ കിട്ടുന്നത്? എ ബിയെ കിട്ടുന്നത് അല്ലേ? അപ്പൊ നോക്കിയേ, ബി സിയും പ്ലസ് എ സി സ്ക്വയറും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടും? എ ബി സ്ക്വയർ കിട്ടുന്നുണ്ട് അല്ലേ? ഇങ്ങനെ നോക്കിയാൽ ബി സി എത്ര വരുന്നത്? 4ന്റെ സ്ക്വയർ. എ സി എത്രയാ? 3ന്റെ സ്ക്വയർ. എന്തോ ആൻസർ കിട്ടുക? 4ന്റെ സ്ക്വയർ എത്ര? 16. 3ന്റെ സ്ക്വയർ എത്ര? 9. എത്ര ആൻസർ കിട്ടുന്നത്? 25 അല്ലേ? 25 എന്ന് പറയുന്നത് ആരാണ്? 5ന്റെ സ്ക്വയർ അല്ലേ? അല്ലേ? അപ്പൊ ആൻസർ എന്താ വരും ഇവിടെ? 5ന്റെ സ്ക്വയർ. സംഭവം മനസ്സിലായോ പറഞ്ഞേ? അതായത് 4 സ്ക്വയറും 3 സ്ക്വയറും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 5ന്റെ സ്ക്വയർ. ദാറ്റ് ഇസ് 25. എ ബി കിട്ടും. പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ബി സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന? ഹൈപ്പോട്ടീനസ് ആരായിരിക്കും? രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ആരെ കിട്ടുന്നത്? എ ബിയെ കിട്ടുന്നത്. അപ്പൊ എ ബി എന്തായിരിക്കും? ഹൈപ്പോട്ടീനസ് ആയിരിക്കും അല്ലേ? ഹൈപ്പോട്ടീനസ് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? അങ്ങനെ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇത് 2 ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇതിൽ ഈ സൈഡ് 90 എന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഇവിടെ 90 ഡിഗ്രി നമ്മൾ കണ്ടുപിടിച്ച രീതി മനസ്സിലായോ എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എക്സ് എന്ന് കൊടുത്താൽ ഇവിടെ 90 ആണെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ 90, ഒരു ആംഗിളിനെ നമ്മൾ എക്സ് എന്ന് കൊടുത്താൽ ഇവിടെ എന്തായിരിക്കും വരുന്നത്? 90 മൈനസ് എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരും? ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 90 മൈനസ് എക്സ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? എക്സ്. ഇവിടെ എന്തായിരിക്കും? 90 ആയിരിക്കും. ഇങ്ങനല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്ന സിമിലർ ട്രയാങ്കിള് അല്ലേ?
അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഓരോന്ന് എന്തെഴുതാം, എടുത്തെഴുതാം. എങ്ങനെ എടുത്തെഴുതുന്നത്? ആംഗിൾ എക്സിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? ആംഗിൾ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? ആംഗിൾ 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? ഇങ്ങനെ നമ്മൾ എടുത്ത് എഴുതത്തില്ലേ? എങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞേ. ആദ്യം ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ എഴുതുന്നത് സി പി പി. ട്രയാങ്കിൾ സി പി പി. ഓരോന്നിനും ഏതൊക്കെ സൈഡ് ഉണ്ട്? എക്സ് ഡിഗ്രി ഉണ്ട്, 90 ഡിഗ്രി ഉണ്ട്, പിന്നെ ആരുണ്ട്? 90 മൈനസ് എക്സ് ഡിഗ്രി ഉണ്ട്. അതേപോലെ തന്നെ അടുത്ത ട്രയാങ്കിൾ ഏതാ? ട്രയാങ്കിൾ സി എ ബി അല്ലെ? സി എ അല്ലെങ്കിൽ സി പി ബി. സി പി എ. അവിടെയും എക്സ് ഉണ്ട്, 90 ഉണ്ട്, 90 മൈനസ് എക്സ് ഉണ്ട്. ശ്രദ്ധിക്കുക, ഇതിന്റെ എക്സിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാ ഇതില്? ബി ബി. പറഞ്ഞോ? ബി ബി അല്ലേ? എക്സിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ബി ബി ആണ്. ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാ? അല്ലെങ്കിൽ പി സി. ക്ലിയർ അല്ലേ? ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാ? 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ബി സി. വെരി ഗുഡ്, ബി സി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാ? എ സി. 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാ? സി പി. ഇവിടെ ഏതാ 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് ഉള്ളത്? എ പി. ഇവിടെ നടുക്കൊരു വര കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്ത് മെത്തേഡായി? റേഷ്യോ ആയി. സൈഡ് റേഷ്യോ ആയില്ലേ? ഇവിടെ പി ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ഇവിടെ പി ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഉണ്ടോ? ഇല്ല. ബി സി എത്രയാണ് തന്നിരിക്കുന്നത്? ബി സി ഉണ്ടോ? ഇല്ല. ബി സി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 4 ആണ്. എ സി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 3 ആണ്. സി പി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ല. എ പി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ഉണ്ടോ? ഇല്ല. മനസ്സിലായ? റേഷ്യോ എഴുതിയത് പറഞ്ഞ കാര്യം ക്ലിയർ ആയ? എത്രയും ഇവിടെ ഞാൻ സിക്ക് പകരം ഓ എടുക്കുകയാണ്. സി ഉള്ളിടത്തെല്ലാം ഓ എടുക്കുക കേട്ടാ. എന്തുകൊണ്ടാ ഓ എടുത്തെന്നറിയോ? എന്താണ്? ഒറിജിൻ ആണ്. ഒറിജിൻ നമുക്ക് ഓയിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്, ബെറ്റർ കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ അതേ രീതി കൊടുക്കും. ഞാൻ മുകളിലൊക്കെ ഞാൻ വായിക്കട്ടെ. അപ്പൊ ഇവിടെ നമുക്കറിയാം ഒ പിക്ക് പെർപെൻഡിക്കുലർ ആണ് ആര്? എ ബി അല്ലേ? അതേപോലെ തന്നെ റൈറ്റ് ട്രയാങ്കിളും ആണ്. ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? 90 ഡിഗ്രി ഉള്ള റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഒ പിക്ക് പെർപെൻഡിക്കുലർ ആണ്. എ ബി എന്ന് പറയുന്നത് ട്രയാങ്കിളുകൾ ഈക്വൽ ആണ്. റേഷ്യോ നമ്മൾ എഴുതി. ഇനി നമുക്ക് ഓരോന്ന് എന്ത് ചെയ്യാണ്? നമ്മള് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കിയേ, പി ബിയുടെ അളവുണ്ടോ? ഉണ്ടോ? പി ബിക്ക് അളവുണ്ടോ? മൊത്തത്തിലല്ലേ? എ ബി അല്ലേ മൊത്തത്തിൽ 5? പി ബി ആണോ? എ ബി മൊത്തത്തിലാണ് എന്തെന്ന് പറയുന്നത്? 5 എന്ന് പറഞ്ഞിരിക്കുന്നത്. മൊത്തത്തിലാണ് ഇത് 5 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ പി ബി എന്ന് പറയുന്ന അളവുണ്ടോ? ഇല്ല. പി ബി അതേപോലെ കൊടുക്കും. ബൈ പി ഒ എന്ന് പറഞ്ഞുണ്ടോ? ഇല്ല. സീക്വൽ ടു പി ഒ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? പി ഒ 4 ആണ്. എ ഒ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 3 ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ചെയ്യാം. ഈ 3 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ട് നമ്മൾ കൊടുക്കുക. 4 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഇതേന്നും ക്രോസ്. ഇവിടെയും ഇവിടെ വാല്യൂസ് ഇല്ലല്ലോ. ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും ആൻസർ? 3 പി ബി. അപ്പുറത്തോ 4 പി ഒ. ഈ പി ബി എന്ന് പറയുന്നതിനെ ഞാനൊരു എയും ബി എന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഇതിനെ എ പി എ ഞാൻ എന്ത് ചെയ്യുന്നു? എ എന്നും പി ബി എ ഞാൻ ബി എന്നും ഡിനോട്ട് ചെയ്തു. എ എന്നും ബി എന്നും ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പി ബി എന്തായി വരും? 3 ബി എന്ന് വരുത്തില്ലയോ? 4 എന്ത് വരും? 4 പി ഒ. ക്ലിയർ അല്ലേ? 3 ബി is equal to 4 പി ഒ എന്ന് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 4നെ ഈ 3യെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റുവാണെങ്കിൽ ബിയുടെ വാല്യൂ കിട്ടത്തില്ലയോ? ബി is equal to 4 പി ഒ. ഇവിടുത്തെ 3 എന്താവും? ബൈ 3. ബിയുടെ വാല്യൂ എന്ത് വരും? 4/3 പി ഒ എന്ന് വരത്തില്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? 4/3 പി ഒ എന്ന് വരും. ഇനി അടുത്ത വാല്യൂ നമ്മൾ ഏതെടുക്കുന്നു? എ പി എടുക്കും. ഇതേപോലെ തന്നെ ബി ഒയും എ ഒയും ഈക്വൽ ടു ഒ പിയും എ പി എന്നും എഴുതും.
അപ്പൊ ഇവിടെ ഒന്നാമത്തെ ഇത് കിട്ടി. ഇനി അടുത്ത ചെയ്യുന്ന നോക്കിയേ, അടുത്ത വാല്യൂ PO ബൈ AO is equal to OP ബൈ AP. OP അല്ലെങ്കിൽ PO. കുഴപ്പമില്ലല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെയാന്ന് പറഞ്ഞേ, ഇയോടെ വാല്യൂ എത്ര? 4. എയുടെ വാല്യൂ എത്ര? 3. PO ഉണ്ടോ അല്ലെങ്കിൽ OP ഉണ്ടോ? ഇല്ല. ബൈ AP ഉണ്ടോ? ഇല്ല. ഈക്വൽ ടു 4/3 ഈക്വൽ ടു AP OPO അതേപോലെ കൊടുക്കുന്നു ബൈ AP. എത്ര വാല്യൂ എന്താ കൊടുക്കുക? A. എങ്ങനെയാ ക്ലോസ് ചെയ്യണ്ടേ? ഇത് വാങ്ങിക്കട്ടെ. ഇതേ റേഷ്യോ എടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആദ്യം PBയും POയും POയും AOയും തമ്മിൽ എന്ത് ചെയ്തു? നമ്മള് കമ്പയർ ചെയ്തു. അതിനുശേഷം POയും ഈ റേഷ്യോ നമ്മൾ എന്ത് ചെയ്തു? കമ്പയർ ചെയ്ത് എഴുതി. കമ്പയർ ചെയ്ത് എഴുതുന്ന മനസ്സിലായ? ഇനി ഇതിനെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും? 4A is equal to 3PO. A വാല്യൂ കാണണ്ടേ? A വാല്യൂ ആണെന്ന് എന്ത് വരും? 3/PO. ഇതാണ് എന്തെന്ന് പറയുന്നത് രണ്ടാമത്തെ. അപ്പൊ B എന്ന് പറയുന്നത് 4/3POയും A എന്ന് പറയുന്നത് 3/4POയും കിട്ടി. ഇത്രയും മനസ്സിലായോ? ചെയ്തു. AP എന്ന് പറഞ്ഞാൽ എന്താ? A. PB എന്ന് പറഞ്ഞാൽ എന്താ? B. ഈ എയും ബിയും കൂടി കൂട്ടുമ്പോൾ എന്താ കിട്ടുക? 5 അല്ലേ? ഞാൻ വാങ്ങിക്കട്ടെ. എന്താണെന്ന് പറഞ്ഞേ? A പ്ലസ് B ഈക്വൽ ടു 5. ക്ലിയർ അല്ലേ? എക്ക് വരെ വാല്യൂ എന്താ കൊടുക്കും നമ്മള്? 3/4PO പ്ലസ് ബിക്ക് വരെ എന്താ വാല്യൂ കൊടുക്കും? 4/3PO is equal to 5 അല്ലേ? ഒരേ വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യാം? ചെയ്യും. ഇവിടെ എന്താ ഒരു ആൻസർ? 3/4 4/3 is equal to 5 എന്ന് വരുന്നില്ലേ? ഇവിടെ നമുക്ക് വാല്യൂ കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിച്ചോ? പിയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കും? PO എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ അല്ലേ രണ്ടിടത്തും? അല്ലേ? കോമൺ എടുക്കുമ്പോൾ 3/4 പ്ലസ് 4/3 is equal to 5 എന്ന് വരുന്നില്ലേ? അവിടുന്ന് LCM ഇട്ട് രണ്ടിനെയും വാല്യൂ എടുത്ത് ആൻസർ എത്രയാണെന്ന് കണ്ടുപിടിച്ചൂടെ? പറഞ്ഞാലും മനസ്സിലായോ? ഇവിടുന്ന് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് പിയുടെ വാല്യൂ കാണാം. കണ്ടുകൂടെ? ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇവിടുത്തെ വാല്യൂ ഈ 3/4ഉം 4/3യുടെയും ഈ വാല്യൂ ഇട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടെ ഉള്ള ഈ വാല്യൂസിനെയും ചെയ്യാനായിട്ട് കിട്ടും. അപ്പൊ 5 കിട്ടുവാണെന്ന് നിങ്ങൾക്ക് അറിയാം. കണ്ടുപിടിക്കോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇതോ മനസ്സിലായി? ഇവിടുത്തെ 3/4PO 4/3PO ഇതെല്ലാം എയും ബിയും ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്താ കിട്ടുക? 5 കിട്ടും അല്ലേ? നമുക്കിനി എന്തോ ചെയ്യണ്ടേ? ഇവിടുന്ന് ഇവിടം വരെ ഉള്ള ഡിസ്റ്റൻസ് നമുക്ക് കാണണം അല്ലേ? ഇവിടുന്ന് ഇവിടം വരെയുള്ള എയും ബിയും എത്രയാണെന്നുള്ള വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. നമ്മളെ റൂട്ടിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യോ? നോക്ക് ഇതെങ്ങനെ കിട്ടുമോ നോക്കി. PO OP ഒന്ന് കോമൺ ആക്കി എടുത്ത് 3/4ഉം 4/3 എന്ന് വാല്യൂ എടുത്ത് ആഡ് ചെയ്യാറുണ്ടേ. LCM എടുത്തൊന്ന് ആഡ് ചെയ്ത് മെത്തേഡാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ നോക്കുക. ആദ്യം ഞാൻ റേഷ്യോ മെത്തേഡ് കാണിക്കാം. A is to B. A is to B. A എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 3/4PO is to അടുത്ത ഏതാ? 4/3PO. ഇവിടെ രണ്ടിടത്തും റേഷ്യോ അല്ലേ? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ്. PO എന്ത് ചെയ്യാം? നമുക്ക് വെട്ടികളെ റേഷ്യോയിലല്ലേ കിടക്കുന്നത്. ഇവിടെ ആൻസർ എന്താ വന്നു? 3/4ഉം 4/3. കണ്ടോ? ഇപ്പൊ ഡെസിമൽ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ളതല്ലേ കിടക്കുന്നത്? റേഷ്യോയിലല്ലേ കിടക്കുന്നത്? ഇതിനൊരു കോമൺ നമ്പർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വെട്ടികളയാം. രണ്ടിനെയും കോമൺ നമ്പർ കൊണ്ട് വെട്ടികളയാം. ആരുണ്ട്? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ഡിനോമിനേറ്ററിനെ രണ്ടിനെയും കൂടി അങ്ങ് ഇൻറ്റു ചെയ്താൽ മതി. ഡിനോമിനേറ്റർ രണ്ട് എന്ത് വരാ?
4 × 3 അല്ലേ വരുന്നേ? ആൻസർ എത്ര? 12 വരും. ഈ 12 കൊണ്ട് ഇതിനെ രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു ചെയ്യും കേട്ടോ. 4/3 ഇൻറ്റു 12 എന്താ? 4 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 3 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. ആൻസർ എന്താ വന്നു? 3 × 3 9:4 × 4 16. കണ്ടോ? ഡിനോമിനേറ്റർ പോയത് കണ്ടോ? റേഷ്യോ കിട്ടിയുണ്ടോ? സിമ്പിൾ ആയിട്ട് ചെയ്യാം. 9:16 എന്ന് പറയുന്ന ഒരു റേഷ്യോ മെത്തേഡിലൂടെ നമുക്ക് എടുക്കാം. A/B കിട്ടും. ക്ലിയർ ആയ പറഞ്ഞ കാര്യം. A എടുത്ത് 3/4 PO, ബിക്ക് പകരം 4/3 PO സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റേഷ്യോയിലാണ് എടുക്കുന്നത്. പിഒയും വെട്ടിക്കളയുന്നു. ബാലൻസ് വരുന്ന 3/4 4/3 അതിന്റെ ഡിനോമിനേറ്റർ രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 12 കിട്ടും. ആ കോമൺ 12 കൊണ്ട് രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു ചെയ്യുന്നു. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ ആദ്യം വരുന്നത് 9:16 ആണ്. ഇതാണ് നമുക്ക് കിട്ടിയ എന്തെന്ന് പറയുന്നത്? റേഷ്യോ. ഏതിന്റെ റേഷ്യോ? ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. പിയുടെ റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ് കിട്ടിയിരിക്കുന്നത്? 9:16 എന്ന് പറയുന്ന രീതിയിലാണ് ഇതിനെ നമുക്ക് കട്ട് ചെയ്യേണ്ടത്. പിയെ കട്ട് ചെയ്യേണ്ടത്. പിയുടെ കോർഡിനേറ്റ് അല്ല കണ്ടുപിടിക്കുന്നത്. ഇതിനെ കട്ട് ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണ്? 9:A/B is equal to 9:16. ഈ റേഷ്യോയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് റേഷ്യോ കിട്ടി. എന്ത് കിട്ടി? റേഷ്യോ. റേഷ്യോ കിട്ടി കഴിഞ്ഞാൽ അടുത്ത എന്ത് ചെയ്യണം? നമ്മൾ ഓരോന്നിനെയും കണ്ടുപിടിക്കണ്ടേ? റേഷ്യോ തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാമല്ലോ. എയിൽ നിന്ന് ബിയിലോട്ടുള്ള എന്ത് കണ്ടുപിടിക്കണം? ഡിസ്റ്റൻസ് അല്ലേ? ഓക്കെ. എയിൽ നിന്ന് ബിയിലേക്കുള്ള 0യിൽ നിന്ന് 4ലേക്ക്. ആദ്യം ആരാ വന്നിരിക്കുന്ന? 0. അത് അതേപോലെ എഴുതുക. 0യിൽ നിന്ന് വെരി ഗുഡ്. 0യിൽ നിന്ന് 4 എന്ത് ചെയ്യുക? കൂട്ടിയിരിക്കുകയാണ്. അപ്പൊ +4 ഇൻറ്റു എന്താ വരും? 9/9 രണ്ടും കൂടി കൂട്ടണം. 16 9 എത്ര വരും? 25. 9/25. ക്ലിയർ അല്ലേ? ഇവിടെ ആൻസർ എന്താ വരും? 0 + 4 എന്താ? 4. ആദ്യം ഇൻറ്റു ചെയ്യണ്ട അല്ലേ? 1 അല്ലേ? ആൻസർ എന്താ വരും? 36/25. 36/25. 36ൽ 25 കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ മനസ്സിലായോ? 9 × 4 എന്താ? 36. എന്ത് വരും? 25. 36/25 അല്ലേ? കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ അതവിടെ കിടക്കട്ടെ. ഇനി അടുത്ത ആരെ കാണണ്ടേ? A/Bയിലെ ആരെ കാണണ്ടേ? y coordinates of P is equal to 3യിൽ നിന്ന് 0യിലേക്ക് വരിക. അപ്പം P -3 ഇൻറ്റു 9/25. ആൻസർ എന്ന് പറയുന്നത് 3 - 9 × 3 27/25 എന്ന് വരും കേട്ടോ. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ 3 - 27. എന്താ ചെയ്യാന്നറിയോ? 3 - 3 0 ആക്കി കഴിഞ്ഞാൽ നമ്മളെ ബോർഡ് മാസിൽ വ്യത്യാസം കിട്ടും കേട്ടോ. അപ്പൊ ആ റൂൾ പ്രകാരം ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 25 എന്ന് കൊടുക്കുന്നു. 3 അതേപോലെ കൊടുക്കുന്നു. ക്ലിയർ ആയ സംഭവം? മനസ്സിലായോ? പിന്നെ എന്താ ആദ്യം ചെയ്യണം? 25 × 3. 25 × 3 എന്താ വരിക? 75. 75 എന്തിനാ കുറയ്ക്കണം? 27. ബൈ ഡിനോമിനേറ്റർ സെയിം തന്നെ 25 തന്നെ. ആൻസർ എന്താ വരും? 48/25 48/25 എന്ന് വരും. അപ്പൊ ബിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 36/25 48/25 ആയി. ഇതായിരിക്കും ബിയുടെ കോർഡിനേറ്റ്സ് ആയിട്ട് നമ്മൾ എടുക്കും. അത് എഴുതിയാൽ ഓക്കെ. നമ്മള് ഒരു ലൈൻ വരച്ചാല് ഇവിടെ 1 2 ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ ആയോ? ക്ലിയർ? ഇവിടെ ഒരു കോർഡിനേറ്റ്സ് ആണ് ചെയ്യാറ്. കോർഡിനേറ്റ്സ് കണ്ടില്ലേ? ഇവിടെ ഇങ്ങനെ ഒരു പാരലൽ ഒരു ലൈൻ വരച്ചാൽ ഇവിടുത്തെ പ്രത്യേകത എന്തായിരിക്കും? 0 0 ഇതെന്ന് പറഞ്ഞിരിക്കുക 1, ഇത് 2, ഇത് 3 ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പോയിന്റ് എന്താ? ഇവിടെ 1, ഇത് 2, ഇത് 3. ഇവിടുത്തെ പോയിന്റ് എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും? 3 2. ഇവിടുത്തെ പോയിന്റ് എന്താ? ഇവിടുത്തെ പോയിന്റ് എന്താ?
അതായത് ഇവിടെ എന്ത് സെയിമാ? വൈ സെയിം അല്ലേ? മാറ്റം ഉണ്ടോ? ഇല്ല. ഇനി ഇങ്ങനെ ഒരു വര വരച്ചാലോ? ഇങ്ങനെ ഒരു വര വരച്ചോ? 1 2 3 1 2 3. ഇവിടെ എന്തായിരിക്കും ആൻസർ? 3ഉം. ഇവിടെ എന്താ ആൻസർ? 3ഉം 2. ഇവിടെ എന്താ ആൻസർ? 3 ഇവിടെ എന്താ സെയിം? അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ വൈ സെയിം, ഇവിടെ എന്ത് വരും? എക്സ് സെയിം ആയിട്ട് വരും. ഇത് ക്ലിയർ അല്ലേ? അങ്ങനെയാണല്ലോ ഇങ്ങനെ ഒരു വര വരച്ചാലോ? ചരിഞ്ഞ അടക്കുക വര എങ്ങനെ അടക്കുക? ചരിഞ്ഞ. ഇങ്ങനെയാണ് ഒരു വര അടക്കുന്നത്. ഇതെങ്ങനെയായിരിക്കും വരിക? ഇവിടെ എന്തായിരിക്കും പോയിന്റ്? 1നും 2നും ഇടയ്ക്കുള്ള പോയിന്റാ വരിക. 1.5 അല്ലേ? 1.5 1. ഇവിടുത്തെ പോയിന്റ് എന്തായിരിക്കും? 2ഉം 2 അല്ലേ? ഇവിടുത്തെ പോയിന്റ് എന്തായിരിക്കും? ആ, എല്ലാം എന്തായിരിക്കും? ഡിഫറന്റ് ആയിട്ടല്ലേ വരുന്ന മക്കളെ, അല്ലേ? അതായത് ഇങ്ങനെ വരച്ചപ്പോൾ എക്സും വൈയും സെയിം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് വരും? ഇത് 1 ഇത് 2 ഇത് 3 ഇത് 1 ഇത് 2 ഇത് 3. ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 2ഉം 1. ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2ഉം 2. ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടുത്തെ ഇവിടുത്തെ ഇടയ്ക്ക് വരും കേട്ടോ. ഇവിടെ അല്ലേ വരുന്നത്? ഇത് വരും 2.5ഉം. മാറ്റമല്ലേ? ഇവിടുത്തെ എക്സും വൈയും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. മാറുന്നില്ലേ? അല്ലേ മക്കളെ? നേരത്തെ പോലെ സെയിം വരുന്നുണ്ടോ? ഇല്ല, മാറ്റം വരുന്നുണ്ട്. എക്സിനും മാറ്റം വരുന്നുണ്ട്, വൈക്കും മാറ്റം വരുന്നുണ്ട്. ഇതാണ് എന്തെന്ന് പറയുന്നത്? സ്ലോപ്പ് എന്ന് പറയുന്നത്. സ്ലോപ്പില് എന്ത് വരും? എക്സിനും വൈക്കും എന്ത് വരുന്നുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ സ്ലോപ്പ്, ചരിവ് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു ലൈനിന്റെ എല്ലാ നമ്പറുകളുടെയും ചരിവ് ഈക്വൽ ആയിരിക്കും. അതായത് ഈ ഒരു ലൈനില് ഇത് 1ഉം 2ഉം ഇത് 2ഉം 4ഉം എക്സാമ്പിൾ ഞാൻ പറയാണ്. 2ഉം 4ഉം ഇതിന്റെ രണ്ടിന്റെയും ഈ കോർഡിനേറ്റ്സ് വെച്ചിട്ട് ഇതിന്റെ ചരിവ് കണ്ടെത്തി കഴിഞ്ഞാൽ, സ്ലോപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ലൈനിൽ വരുന്ന ഏത് നമ്പറിന്റെയും സ്ലോപ്പ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ പറഞ്ഞുതരാം. എന്താ ഇക്വേഷൻ? y2 മൈനസ് y1 is equal to x2 മൈനസ് x1. y2 മൈനസ് y1 by x2 മൈനസ് x1. സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്താ? y2 മൈനസ് y1 by x2 മൈനസ് x1 ആണ് സ്ലോപ്പിന്റെ ഇക്വേഷൻ. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പറയാം. Prove that the point 1 3 2 5 3 7 are on the same lane. ഇവരെല്ലാം ഒരേ ലൈനിലാണോ എന്ന് എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഇപ്പൊ നോക്കി, ഇവിടെ നോക്കി നമ്മള് ആദ്യം ഇതിന്റെ രണ്ടിന്റെയും എന്ത് കാണുന്നു? ഈ രണ്ടിന്റെയും സ്ലോപ്പ് കാണുന്നു. രണ്ടിന്റെയും സ്ലോപ്പ്. ഇതെന്താണ്? x1. ഇതെന്താണ്? y1. ഇതെന്താണ്? x2. ഇതെന്താണ്? y2. അപ്പൊ നമ്മള് സ്ലോപ്പിനെ ഡിനോട്ട് ചെയ്യുന്നത് m എന്നാണ്. സ്ലോപ്പിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താ? m എന്നാണ് സ്ലോപ്പിനെ ഡിനോട്ട് ചെയ്യുന്നത്. m. അതാണ് ഇവിടുത്തെ സ്ലോപ്പ് എന്ന് കണ്ടെത്തിയ y2 മൈനസ് y1 അല്ലേ ഇക്വേഷൻ? y2 ആരാ? 5 മൈനസ് y1 ആരാ? 3 ബൈ x2 ആരാ? 2 മൈനസ് എത്ര? 1. 5 3 കുറച്ച് എത്ര വരും? 2. 2 1 കുറച്ചാൽ 2 by 1 ആൻസർ ഈസ് 2. 2 by 1 ആൻസർ ഈസ് 2. അതിന് അടുത്ത ഇത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്തേ. ഇവിടുത്തെ x2 ആരാ? 7 മൈനസ് 5 ബൈ 3 മൈനസ് 2. 7 5 കുറച്ചാൽ 2 3 2 കുറച്ചാൽ 1. ഇതിന്റെ സ്ലോപ്പ് എത്ര തന്നെയാണ്? 2. അപ്പൊ ഇങ്ങനെ സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ അതെല്ലാം എന്തായിരിക്കും? ഒരൊറ്റ ലൈനിലായിരിക്കും. അതെല്ലാം എന്തായിരിക്കും? ഒരൊറ്റ ലൈനിലായിരിക്കും. അപ്പൊ 1 3 2 5 3 7 എല്ലാം എന്താണ്? ഒറ്റ ലൈനാ. എങ്ങനെ നമ്മൾ മനസ്സിലാക്കി? അതിന്റെ എന്ത് കണ്ടുപിടിച്ചപ്പോ? സ്ലോപ്പ്. അതിന്റെ എല്ലാം സ്ലോപ്പ് എന്താ? ഈക്വൽ ആണ്. സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ അതെല്ലാം ഒരൊറ്റ ലൈനിലായിരിക്കും. സംഭവം ക്ലിയർ ആയ? സ്ലോപ്പ് എല്ലാം ഈക്വൽ ആണെങ്കിൽ അതെല്ലാം എന്തായിരിക്കും? ഒറ്റ ലൈനിലായിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞ കാര്യം? അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഒരൊറ്റ ലൈനിലാണെന്ന് അറിയണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് കണ്ടുപിടിക്കണം. സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. 1 4 1 2 3 4 are on the same line. സെയിം ലൈൻ ആണെന്നാണ് കണ്ടുപിടിക്കുന്നത്.